എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ LGSന്റെ മാത്സ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുകയാണ്. അപ്പം ഓരോ ടോപ്പിക്കായിട്ട് നമ്മൾ 50 ക്വസ്റ്റ്യൻസ് ആണ് ഓരോ ടോപ്പിക്കിനും തരുന്നത്. അത് ചെയ്ത് പഠിക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് പിന്നെ തരും. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞ് നമ്മൾ കറക്റ്റായിട്ട് നമുക്കറിയാം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് തരും. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ദിവസവും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ അന്ന് തന്നെ കാണുക, അത് മനസ്സിലാക്കുക. നോട്ട്സ് ഉണ്ട് വെച്ചെങ്കിൽ അത് എഴുതി വെക്കുക. അത്രയും ചെയ്യണം. എങ്കിൽ മാത്രമേ പിന്നെയുള്ള ഡേയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യണത് നിങ്ങൾക്ക് എപ്പോഴും കണ്ട് എക്സാം ആകുമ്പോഴേക്കും നല്ലൊരു മാർക്ക് കിട്ടാൻ വിധത്തിലുള്ള ആ ഒരു ഫ്രീ ആയിട്ട് കോച്ചിങ് ആണ് നമ്മൾ ഇവിടെ തരുന്നത്. അപ്പം അത് നിങ്ങൾ പരമാവധി യൂട്ടിലൈസ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് നമ്മൾ സിലബസിൽ എടുത്തേക്കുന്നത് സമാന്തര ശ്രേണി, ഗുണോത്തര ശ്രേണി എന്നുള്ളത്. സമഗുണിത പ്രോഗ്രഷൻ, അതായത് സമാന്തര പ്രോഗ്രഷനും സമഗുണിത പ്രോഗ്രഷനും, EPയും GPയും, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, ജോമെട്രിക് പ്രോഗ്രഷൻ എന്നുള്ള ഭാഗത്ത് നിന്നുള്ള LGSന് വരാവുന്ന ക്വസ്റ്റ്യൻസ് അടങ്ങിയ ഒരു 50 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദം 3, പൊതുവ്യത്യാസം 2, അഞ്ചാം പദം എത്ര? ആദ്യ പദം എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുക A ആയിട്ടാണ് എടുക്കുക. A = 3. പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ D ആണ് നമ്മൾ എടുക്കുക. അത് എത്രയാണ്? 2 ആണ്. അഞ്ചാം പദം എങ്ങനെ എഴുതുക? T5 = nth ടേം കാണാനുള്ള വാക്യം Tn = A + n-1 × D. ഇത് കറക്റ്റായി നിങ്ങൾ ഓർമ്മ വെക്കണം. എങ്കിൽ മാത്രമേ nth ടേം, അതായത് അഞ്ചാമത്തെ പദമാണ് നമുക്ക് കണ്ടത്. T5 = A എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? 3 പ്ലസ് n-1 എന്ന് പറഞ്ഞാൽ n എന്ന് പറഞ്ഞാൽ 5, 5 - 1 × D. D എത്രയാണ്? 2. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 3 + 4 × 2. അത് എത്രയാണ്? 3 + 8 അത് എത്രയാ? 11. ഇതാണ് ആൻസർ. അപ്പൊ നമുക്ക് അറിയേണ്ട കാര്യം nth ടേം കാണാനുള്ള വാക്യാണ് Tn = A + n-1 × D. ഇത് നിങ്ങൾ നോട്ടായി ഒരു ചെറിയ ബുക്കിൽ എഴുതി വെക്കുക. കാരണം ലാസ്റ്റ് മിനിറ്റിൽ അല്ലെങ്കിൽ ലാസ്റ്റ് ഇപ്പൊ തലേ ദിവസമൊക്കെ ഒന്ന് നോക്കണം വെച്ചെങ്കിൽ ഇത് മാത്രം ഒന്ന് നോക്കിപ്പോയാൽ നമുക്ക് കൂടുതൽ ഓർമ്മ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 5, 8, 11, 14 എന്ന സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം. എങ്ങനെയാണ് പൊതുവ്യത്യാസം കാണുക? അതായത് സമാന്തര ശ്രേണിയാണ് വെച്ചെങ്കിൽ ഇതിന്ന് ഇത് മൈനസ് ചെയ്യണത്, അതായത് നമ്മൾ അടുത്തടുത്ത രണ്ട് സംഖ്യകൾ തമ്മിൽ ഉള്ള ഡിഫറൻസ് നോക്കിയാൽ നമുക്ക് അതിന്റെ പൊതുവ്യത്യാസം കിട്ടും. അത് ഒരേപോലെ ആയിരിക്കും. അതുകൊണ്ടാണ് അത് സമാന്തര ശ്രേണി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കൂ, 8 - 5 എത്രയാണ്? 3 ആണ്. 11 - 8 എത്രയാ? 3 തന്നെയാണ്. 14 - 1 എത്രയാ? 11 എത്രയാ? 3 തന്നെയാണ്. അപ്പൊ നമുക്ക് പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? 3 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ നമുക്ക് പൊതുവ്യത്യാസം കാണണം വെച്ചെങ്കിൽ എന്താണ്? രണ്ടാമത്തെ പദത്തുനിന്ന് ആദ്യ പദം മൈനസ് ചെയ്താൽ മതി. മുന്നേ ഒരു പദം എടുക്കുക, അതിന്റെ മുന്നേ ഉള്ള പദം എടുക്കുക, അതിന്റെ ഡിഫറൻസ് കാണുക. അപ്പൊ നമുക്ക് ഏത് കിട്ടും? സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം. സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം കാണാൻ എന്താണ്? A2 - A1 A2 - A1 മാത്രം കണ്ടാൽ മതി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ഗുണോത്തര ശ്രേണിയുടെ ആദ്യ പദം 2, പൊതു അനുപാതം 3, നാലാം പദം എങ്ങനെയാണ് ആൻസറിലേക്ക് എത്തിക്കുക? അതായത് നമുക്ക് എന്താ പറഞ്ഞേക്കണ? ആദ്യ പദം തന്നിട്ടുണ്ട്, ഗുണോത്തര ശ്രേണി. ഇത് മനസ്സിലാക്കണം. ഇത് എന്ന് പറഞ്ഞാൽ ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്. ജോമെട്രിക് പ്രോഗ്രഷൻ ആവുമ്പോൾ
നമുക്ക് nth ടേം കാണാനുള്ള വാക്യം എന്താണ്? an അല്ലെങ്കിൽ tn ഈക്വൽ ടു a r n മൈനസ് 1 r റേസ് ടു n മൈനസ് 1. ഇതാണ് nth ടേം കാണാനുള്ള വാക്യം. an ഈക്വൽ ടു a r റേസ് ടു n മൈനസ് 1. അപ്പൊ a എന്നുള്ളത് എന്താണ്? ആദ്യ പദം. ആദ്യ പദം ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? 2 എന്ന് തന്നിട്ടുണ്ട്. പൊതു അനുപാതം എന്ന് പറഞ്ഞാൽ എന്താണ്? 6 ആണത്. 6 എന്ന് പറയുന്നത് 3 ആണെന്ന്. 3 റേസ് ടു n മൈനസ് 1. n എത്രയാണ് ഇവിടെ? 4-ാം പദമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 4 മൈനസ് 1. അപ്പൊ എന്ത് വരും? 2 ഇൻറ്റു 3 റേസ് ടു 3. അത് എത്രയാണ്? 3 3 9, 9 3 27, 27 ഇൻറ്റു 2 എത്രയാണ് വരിക? 54. ഏതാണ് ആൻസർ? സി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. അപ്പൊ നിങ്ങൾ എഴുതി വെക്കേണ്ടത്, നോട്ടായിട്ട് എഴുതി വെക്കേണ്ടത് എന്താണ്? nth ടേം ഓഫ് എ GP അല്ലെ, ഗുണോത്തര ശ്രേണിയുടെ nth ടേം കാണാനുള്ള വാക്യം an ഈക്വൽ ടു a r റേസ് ടു n മൈനസ് 1 എന്നുള്ളതാണ്. a എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യ പദം, r എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പൊതു അനുപാതം. പൊതു അനുപാതം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു GP ആണ് വെച്ചെങ്കിൽ നമുക്ക് ഫസ്റ്റത്തെ സംഖ്യ ഇൻറ്റു ഒരു സംഖ്യ ഈക്വൽ ടു ഇത്. ഈ സംഖ്യ തന്നെ പിന്നെയും ഗുണിച്ചിട്ടുണ്ട് വെച്ചെങ്കിൽ പിന്നത്തെ സംഖ്യ കിട്ടും. അങ്ങനെയാണ് സമഗുണിത പ്രോഗ്രഷൻ, അതായത് ഗുണോത്തര ശ്രേണി എന്ന് പറയുന്നത്. ശ്രേണി വരുമ്പോ ഞാൻ പറഞ്ഞുതരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 2 6 18 54 എന്ന ശ്രേണി ഏത് തരം? എങ്ങനെയാണ് കാണുക? അതായത് 6 മൈനസ് 2 നോക്കിയാൽ 4 ആണ്. 18 മൈനസ് 6 നോക്കിയാൽ 12 ആണ്. അപ്പൊ പൊതുവ്യത്യാസം സെയിം അല്ല അല്ലെ? ഇനി പൊതുഗുണിതം നോക്കിയാലോ? പൊതുഗുണിതം എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 3 ആണ് 6, 6 ഇൻറ്റു 3 ആണ് 18 അല്ലെ? 18 ഇൻറ്റു 3 ആണ് 54. അപ്പൊ എന്താണ്? ഏത് ആണ്? ഗുണോത്തര ശ്രേണിയാണ്. അപ്പൊ നമുക്ക് ഈ സംഖ്യനെ ഒരേ സംഖ്യ കൊണ്ട് ഗുണിച്ചാല് പിന്നത്തെ ടേം കിട്ടുകയാണ് വെച്ചെങ്കിൽ അതിനെ എന്ത് പറയാം? ഗുണോത്തര ശ്രേണി എന്ന് പറയാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സമാന്തര ശ്രേണി 7 10 13ന്റെ 20-ാം പദം എങ്ങനെയാണ് കാണുക? അതായത് സമാന്തര ശ്രേണിയാണ് അല്ലെ? nth ടേം കാണാനുള്ള വാക്യം എന്താണ്? tn ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d അല്ലെ? ഇനി 20-ാം പദമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ t20 ആണ് കാണണ്ടേ. അത് എത്രയാണ്? a എന്ന് പറയുന്നത് എത്രയാണ്? ആദ്യ പദം 7 പ്ലസ് n മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 20 മൈനസ് 1, അത് എത്രയാണ്? 19 ഇൻറ്റു d എന്ന് പറഞ്ഞാൽ എന്താണ്? 7 കൂടെ എത്ര കൂട്ടിയാലാണ് 10 ആവണേ? 3. 10 കൂടെ 3 കൂട്ടിയാലല്ലേ 13 ആവണേ. അപ്പൊ d കാണുക എങ്ങനെയാണ്? 10 മൈനസ് 7 ചെയ്താൽ മതി, അല്ലെങ്കിൽ 13 മൈനസ് 10 ചെയ്താൽ മതി. എല്ലാത്തിലും ഒരേപോലെ തന്നെയാണ് d കിട്ടുക. അപ്പൊ d എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 3 ആണ്. അപ്പൊ 7 പ്ലസ് 3 9 27, 2 57, 57ഉം 7ഉം കൂടി കൂട്ടിയാൽ എത്രയാണ്? 64. ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗുണോത്തര ശ്രേണി 5 10 20ന്റെ പൊതു അനുപാതം. പൊതു അനുപാതം എന്ന് പറഞ്ഞാൽ ഗുണോത്തര ശ്രേണിയാണ് അല്ലെ? അപ്പൊ ഗുണിച്ചാലാണ് പിന്നത്തത് കിട്ടേണ്ടത് അല്ലെ? അപ്പൊ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാ? ഇത് ഡിവൈഡഡ് ബൈ ഇത്. അതായത് രണ്ടാമത്തേന്ന് ആദ്യത്തേത് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് പൊതു അനുപാതം അല്ലെങ്കിൽ പൊതുഗുണിതം. അപ്പൊ 20/10 എത്രയാണ് വരിക? 2. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ടേം എടുക്കുക, അതിന്റെ മുന്നിലത്തുള്ള ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ കിട്ടണതാണ് എന്തെന്ന് പറയുന്നത്? പൊതു അനുപാതം എന്ന് പറയുന്നത്. പൊതുഗുണിതം എന്നും പറയൂ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പൊക്കെ ഗൂഗിൾ ട്രാൻസ്ലേഷൻ അല്ലേ? അപ്പൊ പൊതു അനുപാതമാണ് അവർ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3 7 11 ഇക്സിട്ര എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യ 10 പദങ്ങളുടെ തുക. സമാന്തര ശ്രേണിയാണ്. ആദ്യത്തെ n പദങ്ങളുടെ തുക കാണാനുള്ള വാക്യം എന്താണ്? Sn ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. ഇതും പഠിച്ചു വെക്കാനുള്ളതാണ്.
nth ടേം ഏതിന്റെ സമാന്തര ശ്രേണി, അതായത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ AP-യുടെ SN കാണാനുള്ള വാക്യം, nth ടേം കാണാനുള്ള വാക്യം n/2 × 2a + n-1 × d. ഇതില് n/2 എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ എന്താ ചോദിച്ചിരിക്കണ, ആദ്യ 10 പദങ്ങളുടെ തുക. അപ്പൊ S10 ആണ് കാണാൻ പറഞ്ഞേക്കണേ അല്ലെ. അപ്പൊ 10/2 × 2 × a എന്താണ് ഇവിടെ 3 അല്ലെ. 3 പ്ലസ് n-1 എന്ന് പറഞ്ഞാൽ ഇവിടെ 10ാമത്തെ തുകയാണ് അല്ലെ, 10 എണ്ണത്തിന്റെയാണ്. അപ്പൊ 10 - 1 × d ഇവിടെ എന്താണ് വരിക, 7 - 3 അല്ലെ, 4. അപ്പൊ എന്താണ് 4. എന്താണ് ഡി കാണാൻ എങ്ങനെയാണ്, 7 - 3 അല്ലെങ്കിൽ 11 - 7 ചെയ്താൽ മതി. അപ്പൊ നമുക്ക് കിട്ടി. ഇനി ഇതിനെ നമ്മൾ ചെറുതാക്കിയാൽ മതി. എങ്ങനെയാണ്, 10/2 എന്ന് പറഞ്ഞാൽ 5 × 3 6 പ്ലസ് 9 × 4 36 അല്ലേ. അപ്പൊ എന്ത് വരും, 36 6 42 42 × 5 25 10 1 4 5 21 21 210 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ഗുണോത്തര ശ്രേണിയിൽ a = 3 r = 2 ആദ്യ 5 പദങ്ങളുടെ തുക. ഗുണോത്തര ശ്രേണിയിലെ 5 പദങ്ങളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്താണ്, S5 ഏതിൽ കണ്ടുപിടിക്കണം, ജോമെട്രിക് പ്രോഗ്രഷനിൽ കണ്ടുപിടിക്കണം അല്ലെ. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക, S5 = SN കണ്ടുപിടിക്കാനുള്ള വാക്യം എഴുതുക, a × r⁻n - 1 / r-1. r > 1 ആണ് വെച്ചിങ്ങ, r ഇവിടെ എന്താണ് 2 ആണ് അല്ലെ. 2 > 1 അല്ലേ, 2 1-നേക്കാൾ വലുതല്ലേ. അപ്പൊ നമുക്ക് ഈ ഒരു വാക്യാണ് ഉപയോഗിക്കേണ്ടത്. ഇനി <<1 ആണ് വെച്ചെങ്കിൽ നമുക്ക് ഉപയോഗിക്കേണ്ട വാക്യം a × 1 - r⁻n / 1 - r. ഇത് തിരിച്ചെഴുതുക. കാരണം എന്താണ്, അല്ലാച്ചെങ്കിൽ ഇവിടെ നെഗറ്റീവ് വരും, ആ നെഗറ്റീവ് വരാൻ പാടില്ല. അപ്പൊ നമുക്ക് a × r⁻n - 1 / r-1. ഇവിടെ എന്താണ് വരിക, അപ്പൊ S5 = a എത്രയാണ് ഇവിടെ, a എന്ന് പറയുന്നത് 3 ആണ്. 3 × r എത്രയാണ് 2 ആണ്. 2⁻n എത്രയാണ് 5 ആണ് അല്ലെ, 5 ആണ്. -1 / 2 - 1 അല്ലെ, ഇങ്ങനെയല്ലേ വരിക. അപ്പൊ എന്ത് വരും, 3 × 2⁵ എത്രയാണ്, ഈ 2 4 4 2 8 2 16 16 2 32 32 - 1 എത്രയാണ് 31 അല്ലെ. 31 / 2 - 1 എത്രയാണ് 1. അപ്പൊ 31 × 3 എത്രയാണ് 93. ഏതാണ് ആൻസർ, ബി എന്നുള്ളതാണ്, എ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. സോറി, എ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 15ാം പദം 43 പൊതുവ്യത്യാസം 3 ആയ സമാന്തര ശ്രേണിയുടെ ആദ്യ പദം. അതായത് 15ാം പദം തന്നിട്ടുണ്ട് അല്ലെ, ഏതാണ്, സമാന്തര ശ്രേണിയാണ്. അപ്പൊ നമുക്ക് T15 കാണാനുള്ള വാക്യം എന്താണ്, a + n-1 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് 14 അല്ലെ, 14 d എന്നല്ലേ വരിക. a + 14 d എന്ന് പറയുന്നത് 43 ആണെന്ന് തന്നിട്ടുണ്ട്. പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്, d ആണ്, d 3 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ഇവിടുന്ന് a കണ്ടുപിടിച്ചൂടെ, എങ്ങനെയാണ്, a + 14 × d എത്രയാണ് 3 = 43. അപ്പൊ a എങ്ങനെ കണ്ടുപിടിക്കുക, 43 - 14 × 3 അത് എത്രയാണ്, 3 4 12 1 42. 43 - 42 എത്രയാണ് 1. അപ്പൊ ഏതാണ് ആൻസർ, എ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രണ്ട് x 18 എന്നിവ ഗുണോത്തര ശ്രേണിയിലാണെങ്കിൽ x = ഗുണോത്തര ശ്രേണി എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഒരേ പൊതു ഗുണിതം വരണം അല്ലെ. അതായത് x/2 എന്ന് പറയുന്നതും 18/x എന്ന് പറയുന്നതും ഒരേപോലെ ആവണം അല്ലെ.
അപ്പൊ നമുക്ക് ഇവിടെ എന്താ എഴുതാം? x/2 ഈക്വൽ ടു 18/x എന്ന് എഴുതാം അല്ലെ? അപ്പൊ x² എന്ന് പറയണത്, അതായത് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഇതിനെ ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്താണ് x² എന്ന് പറയണത്? എന്താണ്? 18 2 36 ആണ്. അപ്പൊ x എന്ത് വരും? √36 വരും. √36 എന്ന് പറയുമ്പോ എന്താണ് വരിക? പ്ലസ് ഓർ മൈനസ് 6 ആണ് വരിക അല്ലെ? 6² ആണ്. 6 × 6 ആണ് 36. പക്ഷെ പ്ലസ് 6 × പ്ലസ് 6ഉം വരും, മൈനസ് 6 × മൈനസ് 6ഉം വരും അല്ലെ? അപ്പൊ പ്ലസ് ഓർ മൈനസ് 6 എന്നാണ് എഴുതുക. അതായത് 6 അല്ലെങ്കിൽ -6 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇനി നിങ്ങൾക്കത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതി നോക്കുക. 2 × 6 എത്രയാണ്? 12. 12 2 × എക്സിന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കണേ അല്ലെ? സോറി, എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏത് വരും? 6 എന്ന് വരും. അപ്പൊ 2 × 3 6, 6 × 3 18. ഇനി -6 എന്ന് വെച്ചെങ്കിലോ? 2 × -3 -6, -6 × -3 18. കണ്ടോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സമാന്തര ശ്രേണിയുടെ 3 പദങ്ങളുടെ തുക 18. നടുപ്പദം, അതായത് മിഡിൽ ടേം കണ്ടുപിടിക്കാനാണ്. അപ്പൊ സമാന്തര ശ്രേണി മിഡിൽ ടേം കണ്ടുപിടിക്കാനുള്ള ചോദ്യം വന്നാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 3 പദങ്ങളെ എങ്ങനെ എഴുതുക? നടുക്കിലത്തെ പദം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതണം? a - d a + d. ഇങ്ങനെയാണ് 3 പദങ്ങളെ എഴുതേണ്ടത്. അപ്പോഴാണ് നമുക്ക് ക്യാൻസൽ ചെയ്ത് പോവുക. അതിനാണ് നമ്മൾ അങ്ങനെ എഴുതുന്നത്. കാരണം എന്താണ്? a - d എന്ന് പറഞ്ഞാൽ d വരും. a + d - a എന്ന് പറഞ്ഞാൽ d വരും. അപ്പൊ നമുക്ക് പൊതുവ്യത്യാസം d തന്നെയാണ്. പക്ഷെ നമ്മൾ എങ്ങനെ എഴുതിയെടുത്തു? a - d a + d എന്നുള്ളതാണ് 3 പദങ്ങൾ എന്നെടുത്തു. എന്നിട്ട് എന്താണ് പറഞ്ഞേക്കണേ? ഇതിന്റെ തുക, അതായത് ഇതെല്ലാം കൂടി കൂട്ടിയാൽ നമുക്ക് എന്താണ്? 18 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ a + a എന്ന് പറഞ്ഞാൽ 3a ആയി അല്ലെ? പ്ലസ് -d-യും +d-യും കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്ത് പോവും. അപ്പൊ 3a എന്ന് പറയണത് എന്തായി? 18 ആയി. അപ്പൊ a എന്തായി? 18/3. അത് എത്രയാണ്? 6. ഏതാണ് ആൻസർ നോക്കൂ? a എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അനന്ത ഗുണോത്തര ശ്രേണി 1, 1/2, 1/4ന്റെ തുക. അനന്ത ഗുണോത്തര ശ്രേണി എന്ന് പറഞ്ഞാൽ എന്താണ്? അനന്തം എന്ന് പറഞ്ഞാൽ അവസാനിക്കണില്ല അങ്ങനത്തെ ആ ശ്രേണിയാണ് എന്നാണ് പറഞ്ഞേക്കണേ. അതിന്റെ തുക കാണാനുള്ള വാക്യം ഇത് പഠിച്ചു വെക്കണം. S∞ = a/1 - r. a എന്ന് പറയുന്നത് ആദ്യ പദം, r എന്ന് പറയുന്നത് പൊതുഗുണിതം. അപ്പൊ നമുക്ക് ഇവിടെ എന്താ പറയാ? 1, 1/2, 1/4ന്റെ തുക അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ 6 കണ്ടുപിടിക്കാൻ എന്താ ചെയ്യണ്ടേ? 1/2/1 അല്ലെ? അത് എത്രയാണ്? 1/2 ആണ്. അപ്പൊ a എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 1 ആണ്. അപ്പൊ നമുക്ക് S∞ എങ്ങനെ കണ്ടുപിടിക്കാം? S∞ = a/1/1 - r എന്ന് പറയുന്നത് എത്രയാണ്? 1/2. അപ്പൊ എന്താ വരിക? 1/1/2 അല്ലെ? 1 - 1/2 എങ്ങനെയാ ചെയ്യാ? 1 അര കുറച്ച അരയാണെന്ന് നമുക്ക് അറിയാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാ? LCM ഇതിൽ എന്ത് വരും? 2 ആയിട്ട് വരും. അപ്പൊ 2. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ × 2 ചെയ്യണം. അപ്പൊ ഇവിടെയും × 2 ചെയ്യണം. കാരണം എന്താണ്? 1 എന്ന് പറയുന്നത് 1/1 ആണ്. 1/1ന് ഛേദം 2 ആക്കാൻ വേണ്ടി × 2 ചെയ്യണം അല്ലെ? അപ്പൊ ഇവിടെയും × 2 ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2 - 1/2. അതായത് 2 - 1/2 എന്ന് പറയുന്നത് എന്താണ്? 1/2 ആണ്. അപ്പൊ 1/1/2 എന്ന് പറയും. അപ്പൊ നമുക്ക് എന്താണ്? ഈ 2 മുകളിലേക്ക് പോകും. കാരണം എന്താണ്? 1 എന്ന് പറയുന്നത് 1/1 ആണ്. 1/2 ഇങ്ങനെയാവുമ്പോ നമുക്ക് എന്താണ്? ഈ 2 മുകളിലേക്ക് പോവും. അപ്പൊ എന്താണ്? 1 × 2/1 × 1 ആണ് വരിക. അപ്പൊ 2 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യണേ? a/b
ഡിവൈഡഡ് ബൈ സി ബൈ ഡി എന്നുള്ള ഫോമാണ് വെച്ചെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ചെയ്യാൻ എ ബൈ ബി ഇൻറ്റു ഇതിന്റെ റെസിപ്രോക്കല്, അത് വ്യുൽക്രമം കൊണ്ട് ഗുണിക്കും, ഡി ബൈ സി. അങ്ങനെയാണ് നമുക്ക് എ ഡി ബൈ ബി സി വരണത്. അപ്പൊ നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? ഇതിനെ വ്യുൽക്രമം കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു വ്യുൽക്രമം എന്താണ്? 1/2 വരിക 2/1. അങ്ങനെയാണ് നമുക്ക് 2 എന്നുള്ള ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 100നും 200നും ഇടയിൽ 7 കൊണ്ട് ഹരിക്കാവുന്ന സംഖ്യകളുടെ എണ്ണം. അപ്പൊ നമുക്ക് ആദ്യത്തെ സംഖ്യ ഏതാണെന്ന് കിട്ടണം അല്ലെ? ആദ്യത്തെ സംഖ്യ ഏതാണ്? 7 കൊണ്ട് ഹരിക്കാവുന്ന ഒരു സംഖ്യയാവണം. അപ്പൊ 100നെ 7 കൊണ്ട് ഹരിച്ചു നോക്കൂ. അപ്പൊ 7 7 30 4 7 28 അല്ലെ? പിന്നെ 2 ആണ് ബാക്കി വരണേ അല്ലെ? 2ന്റെ കൂടെ എത്ര ചേർത്താലാണ് 7 ആവുക? 5 ചേർത്ത. അപ്പൊ 100ന്റെ കൂടെ ഈ 5 ചേർത്തതാണ് ആദ്യത്തെ പദം. അപ്പൊ അത് 105 ആണ്. പിന്നെ അവസാനത്തെ പദം കാണാൻ വേണ്ടി 200നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എന്താണ്? 7 14, 60 87 56, 4 ആണ് ശിഷ്ടം അല്ലെ? ആ ശിഷ്ടം 200ന്ന് മൈനസ് ചെയ്ത ലാസ്റ്റ് ഏതാണ് ടേം എന്ന് കിട്ടും. അപ്പൊ 200 മൈനസ് 4 എത്രയാണ്? 196. 196 ആണ് ലാസ്റ്റ് ടേം. അപ്പൊ ഇനി എന്താ പറയണത്? എത്ര സംഖ്യകൾ ഉണ്ട് എന്നാണ്. 7 കൊണ്ട് ഹരിക്കാവുന്ന എത്ര സംഖ്യകൾ ഉണ്ട് അത് കാണാനുള്ള വാക്യം എന്താണ്? അതിനെന്താ ചെയ്യാ? അപ്പൊ നമുക്ക് എന്താണ് nth ടേം എന്ന് പറയുന്നത് 196 എന്ന് കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് an എന്ന് പറയുന്നത് 196 ആണ്. അത് ഇനി എന്താ വാക്യം? a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ഈക്വൽ ടു 196. അപ്പൊ നമുക്ക് ഇതിന്ന് നമുക്ക് എന്ത് കിട്ടും? n കിട്ടണം അല്ലെ? a എന്ന് പറയുന്നത് ഇവിടെ എന്താന്ന് പറഞ്ഞു? 105 ആണെന്ന് പറഞ്ഞു. 105 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുന്നത് എന്താണ്? 7 ആണ് അല്ലെ? 7 ആണ് പൊതുവ്യത്യാസം ഈക്വൽ ടു 196. അപ്പൊ നമുക്ക് n മൈനസ് 1 ഇൻറ്റു 7 എന്ന് പറയണത് ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയി എന്ത് വരും? 196 മൈനസ് 105 എന്ന് വരില്ലേ? അപ്പൊ അത് എത്രയാണ്? 1 9 91 എന്ന് വരും അല്ലെ? അപ്പൊ n മൈനസ് 1 എന്ന് വരും. n മൈനസ് 1 എന്ന് പറയുന്നത് ഇതിനെ ഇൻറ്റു 7 എന്നുള്ളത് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ എന്ത് വരും? ബൈ 7 ആവും അല്ലെ? 91/7 എന്ന് പറഞ്ഞാൽ എന്താണ്? 7 ബാക്കി 2 ഉണ്ട്. അപ്പൊ 21 3 21 13. n മൈനസ് 1 13 ആണ് വെച്ചെങ്കിൽ n എന്താവും? 13 പ്ലസ് 1 അത് എത്രയാണ്? 14. എ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. x പ്ലസ് 1 3x 4x പ്ലസ് 2 സമാന്തര ശ്രേണിയിലാണെങ്കിൽ x ഈക്വൽ ടു എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതായത് സമാന്തര ശ്രേണിയിലാണ് വെച്ചെങ്കിൽ ഇതിന്റെ ഡിഫറൻസ്, അതായത് വ്യത്യാസം എന്ന് പറയുന്നത് സെയിം ആയിരിക്കും അല്ലെ? ഇവിടുത്തെ 2 പദങ്ങളുടെ വ്യത്യാസവും ഇവിടുത്തെ 2 പദങ്ങളുടെ വ്യത്യാസവും തുല്യമായിരിക്കും അല്ലെ? അപ്പൊ 3x മൈനസ് എക്സ് പ്ലസ് 1 ഈക്വൽ ടു 4x പ്ലസ് 2 മൈനസ് 3x അല്ലെ? ഇങ്ങനെ എഴുതിക്കൂടെ? കാരണം എന്താണ്? ഇത് മൈനസ് ഇത് എന്ന് പറയുന്നതാണ് പൊതുവ്യത്യാസം. അത് രണ്ടിലും സെയിം ആയിരിക്കും അല്ലെ? അപ്പോ തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേമും സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേമും സെയിം ആയിരിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പൊ എന്താണ്? 3x മൈനസ് എക്സ് മൈനസ് 1 ഈക്വൽ ടു 4x പ്ലസ് 2 മൈനസ് 3x. ഇങ്ങനെ വന്നില്ലേ? 3x മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2x. 2x മൈനസ് 1 ഈക്വൽ ടു ഇവിടെ എന്ത് വരും? 4x മൈനസ് 3x എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് പ്ലസ് 2 എന്ന് കിട്ടി. ഇനി ഈ എക്സിനെ ഒരു ഭാഗത്തേക്ക് ആക്കുക, മറ്റേതിനെ വേറെ ഭാഗത്തേക്ക് ആക്കുക. അപ്പൊ എന്താണ്? 2x മൈനസ് എക്സ് ഈക്വൽ ടു ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയി എന്താണ്? പ്ലസ് ആവും. 2 പ്ലസ് 1. അപ്പൊ എന്താണ്? 2x മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു 3 എന്നുള്ളതാ, 3 എന്നുള്ളത്. അപ്പൊ ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
ഗുണോത്തര ശ്രേണിയുടെ മൂന്നാം പദം 12, ആറാം പദം 96. പൊതു അനുപാതം, അതായത് മൂന്നാം പദം തന്നിട്ടുണ്ട്, ഗുണോത്തര ശ്രേണിയാണെന്നും പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഗുണോത്തര ശ്രേണിയാണ് വെച്ചെങ്കിൽ SN nth ടേം എങ്ങനെ എഴുതുക? AR⁻n−1 അല്ലേ. അപ്പൊ S3 എന്ന് പറയുന്നത് എന്താ എഴുതുക? AR⁻3−1 അല്ലെ, അത് 2. AR² ആണ് ഏതെന്ന് പറയുന്നത്? 12 എന്ന് പറയുന്നത്. ഇനി എന്താ പറഞ്ഞ? ആറാം പദം തന്നിട്ടുണ്ട്, S6 തന്നിട്ടുണ്ട്, AR⁻6−1 അതായത് 5 = 96. ഇനി നമുക്ക് ഇതിന്ന് എന്ത് കാണണം? പൊതു അനുപാതം, അതായത് 6 കാണണം. അപ്പൊ നമ്മൾ ഈ രണ്ട് ഇക്വേഷനും നോക്കി നോക്കൂ. ഈ രണ്ട് ഇക്വേഷനും ഒന്നിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് വരും? AR² ഡിവൈഡഡ് ബൈ AR⁵5 = 12/96 ഇങ്ങനെ വരില്ലേ? അപ്പൊ നമുക്ക് അല്ലെങ്കിൽ 2/1 ചെയ്താൽ മതി, അപ്പോഴാണ് നിങ്ങൾക്ക് ഇത്രയും കൂടിയും എളുപ്പമായിട്ട് വരാം. 2/1 അതായത് AR⁵5 ബൈ AR⁵2 = 96/12 അല്ലെ. A ക്യാൻസൽ ചെയ്ത് പോയില്ലേ? ഇത് എന്ത് ഫോമാണ് നോക്കൂ? A⁻m ബൈ A⁻n എന്നുള്ള ഫോം അല്ലേ. അപ്പൊ നമുക്ക് എന്താ എഴുതാം? A⁻m−n എന്ന് എഴുതാം. അപ്പൊ നമുക്ക് R⁵5 ബൈ R⁵2 എന്ന് പറയുന്നത് എന്താണ്? R⁵5−2. അത് എത്രയാണ്? R⁵3 ആണ്. R⁵3 എന്ന് പറയുന്നത് എത്രയാണ് വരിക? 96/12. 12-ൽ 2 പോവും അല്ലെ. 6 2 12. ഇതിലും 2 പോയാൽ എങ്ങനെയാണ്? 4 2 8. 16-ലെ 2 16. 6 48-ൽ എത്ര പ്രാവശ്യം പോവും? 8 48. അപ്പൊ R³ 8 ആണ് വെച്ചെങ്കിൽ 6 എന്താവും? 8-നെ എങ്ങനെ എഴുതാം നമുക്ക്? 2 × 2 × 2 അല്ലെ. ക്യൂബ് റൂട്ട് എടുക്കണം. അപ്പൊ ക്യൂബ് റൂട്ട് ഓഫ് 8 എന്ന് പറയുന്നത് എങ്ങനെയാണ്? 3 2 ആണ്. 3 2 ആണ് 8 അല്ലെ. അപ്പൊ ആ 3 എണ്ണത്തിന്ന് ഒരെണ്ണം എടുക്കുക. അപ്പൊ അതാണ് ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ 2 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ ക്യൂബ് റൂട്ട് എടുക്കുമ്പോൾ 2 എണ്ണം 2 ഫാക്ടേഴ്സിൽ നിന്ന് ഒരു ഫാക്ടർ എടുക്കുക. പിന്നെ ക്യൂബ് റൂട്ട് എടുക്കുമ്പോൾ 3 ഫാക്ടർ ഉള്ളതെന്ന് ഒരു ഫാക്ടർ എടുക്കുക. സ്ക്വയർ റൂട്ട് ആവുമ്പോൾ 2 ഫാക്ടർ ഉള്ളതെന്ന് ഒരെണ്ണം എടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒന്ന് മുതൽ 50 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എങ്ങനെയാണ് കാണുക? ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള വാക്യം എന്താണ്? n ഈ 1 മുതൽ 50 വരെയുള്ള ഒറ്റ സംഖ്യകൾ അല്ലെ. അപ്പൊ എത്ര പദം ഉണ്ടാവും? ഒറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പകുതിയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ 25 എണ്ണം അല്ലേ ഉണ്ടാവുള്ളൂ. അതിന്റെ തുക S25 അല്ലേ കണ്ടത്. S25 = എങ്ങനെയാണ് കാണുക? n/2 n/2 എന്ന് പറഞ്ഞാൽ 25/2 എന്ത് വരും? ഒറ്റ സംഖ്യകളുടെ തുകയാണ്. ആ 25/2 × 1 മുതൽ 50 വരെയുള്ള ഒറ്റ സംഖ്യകൾ അല്ലെ. അപ്പൊ 1 മുതൽ 50 വരെയുള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 50 കൂട്ടില്ലല്ലോ. അപ്പൊ 2 മുതൽ 48 വരെയുള്ളതാണ് വരിക അല്ലെ. അപ്പൊ നമുക്ക് എന്ത് വരും? n² ആണ് വരിക. n² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് വരിക? അതായത് നമുക്ക് അല്ലെങ്കിലേ അറിയാം 1 മുതൽ 50 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക ആദ്യത്തെ n സംഖ്യകളുടെ തുക കാണാനുള്ള വാക്യം എന്താണ്? n² ആണ്. അപ്പൊ n എത്രയാണ് ഇവിടെ? പകുതിയേ ഉണ്ടാവുള്ളൂ അല്ലെ. 25 ആണ്. അപ്പൊ 25 × 25 മതി, 625. ഇത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്നുള്ള ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻ ആക്കണ്ട. നിങ്ങള് ഇത് പഠിച്ചു വെക്കുക. ആദ്യത്തെ n പദങ്ങളുടെ തുക കാണാനുള്ള വാക്യം n ഓഡ് സംഖ്യ n ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള വാക്യം n².
ആദ്യത്തെ n പദങ്ങളുടെ തുക കാണാനുള്ള വാക്യം n ഇൻറ്റു n പ്ലസ് 1/2 ആണ്. അത് വേറെ. ഇത് ഒറ്റസംഖ്യകളാണ്. ഒറ്റസംഖ്യകളുടെ തുക കാണാനുള്ള വാക്യം n² ആണ്. n² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ n 25. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു സമാന്തര ശ്രേണിയിൽ S5 ഈക്വൽ ടു 35, S4 ഈക്വൽ ടു 24. അഞ്ചാം പദം എന്ത്? എങ്ങനെയാണ്? അതായത് S5 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 5 പദങ്ങളുടെ തുക, S4 എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യത്തെ 4 പദങ്ങളുടെ തുക. അപ്പൊ ആദ്യത്തെ 5 പദങ്ങളുടെ തുകയിൽ നിന്ന് ആദ്യത്തെ 4 പദങ്ങളുടെ തുക കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? അഞ്ചാമത്തെ പദം കിട്ടും അല്ലെ? അപ്പൊ S5 ന്ന് S4 മൈനസ് ചെയ്താൽ പോരെ? അപ്പൊ എന്താണ്? 35 മൈനസ് 24, അത് എത്രയാണ് വരിക? 11. ഏതാണ് ആൻസർ? നോക്കൂ, സി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1 + 2 + 4 + 8 + എക്സിട്ര + 256 എന്ന ഗുണോത്തര ശ്രേണിയുടെ തുക. ഗുണോത്തര ശ്രേണി അതായത് 1 × 2 ആണ്, 2 × 2 ആണ്, അടുത്തത് 4 × 2 ആണ് അല്ലെ? അപ്പൊ നമുക്ക് എന്താ കിട്ടുക? സമഗുണിത പ്രോഗ്രഷൻ ആണ് അല്ലെ? ഗുണോത്തര ശ്രേണിയാണ്. സമഗുണിത പ്രോഗ്രഷൻ ആവുമ്പോ 6 എന്താ ഇവിടെ വരുന്നത്? 2 ആണ് അല്ലെ? ഇനി അതിന്റെ തുക കാണാനുള്ള വാക്യം എന്താണ്? 6 2 ആണ് വെച്ചെങ്കിൽ ഇതിന്റെ തുക കാണാനുള്ള വാക്യം എന്താണ്? ഗുണോത്തര ശ്രേണിയുടെ തുക കാണാനുള്ള വാക്യം എന്താണ്? ഇവിടെ 256 വരെയുള്ളതിനാണ് നമുക്ക് ഗുണോത്തര ശ്രേണിയുടെ തുക കാണേണ്ടത്. അപ്പൊ 256 എന്ന് പറയണത് എത്രാമത്തെ ആയിട്ട് വരും എന്ന് നമുക്ക് നോക്കണം അല്ലെ? അപ്പൊ നമുക്ക് എന്താണ് വരുന്നത്? എ എന്ന് പറയണത് ഇവിടെ എന്താണ്? 1 ആണ് അല്ലെ? R എന്ന് പറയണത് ഇവിടെ എന്താണ്? 2 ആണ്. N എന്ന് പറയണത് എന്താണ്? N എങ്ങനെയാണ് കണ്ടുപിടിക്കുക? N കണ്ടുപിടിക്കണം അല്ലെ? എന്താ നമുക്ക് തന്നിരിക്കണേ? ഏറ്റവും ലാസ്റ്റത്തെ സംഖ്യ എത്രയാണ്? 256 അല്ലെ? nth ടേം Sn എന്ന് പറയുന്നത് AR⁻n−1 അല്ലെ? അതെന്ന് പറയുന്നത് nth ടേം 256 ആണ് എന്നാണ് തന്നിരിക്കുന്നത് അല്ലെ? A ഇവിടെ എന്താണ്? 1 എന്നത് കിട്ടി നമുക്ക് അല്ലെ? അപ്പൊ R⁻n−1 1 ഇൻറ്റു എത്രയായാലും നമുക്ക് R⁻n−1 തന്നെയല്ലേ വരിക? 6 എന്ന് പറയുന്നത് 2 ആണ്. 2⁻n−1 എന്ന് പറയുന്നത് 2 എന്നുള്ള ഫോമിലാക്കാൻ പറ്റൂ ഈ 256നെ? ഈ 2 4 4 2 8 2 16 16 2 32 32 2 64 64 2 128 128 2 256 8 പ്രാവശ്യമാണ് വരുന്നത് 2 അല്ലെ? 2⁸8 2⁻n−1 ഈക്വൽ ടു 2⁸8 ആണ് വെച്ചെങ്കിൽ നമുക്ക് ഇതിനെ ഇക്വേറ്റ് ചെയ്തൂടെ? n−1 എന്ന് പറയുന്നത് 8 എന്ന് എഴുതിക്കൂടെ? അപ്പൊ n എന്താണ്? 8 + 1, അത് എത്രയാണ്? 9. അപ്പൊ nth ടേം എന്ന് പറയുന്നത് 9 ടേം ആണ് വരണത് അല്ലെ? 9 ടേം വരണ്ട്. ഇനി എന്താണ് വരേണ്ടത്? തുകയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? തുക കണ്ടുപിടിക്കാനുള്ള വാക്യം എന്താണ്? 2⁹9 അല്ലെ? 2⁹9 -1 ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. ആൻസർ എന്താണ് വരിക? 2⁹9 എന്ന് പറഞ്ഞാൽ 2⁸8 എന്ന് പറഞ്ഞാൽ 256. 256 ഇൻറ്റു 2 കൂടിയും വരും അല്ലെ? അപ്പൊ 512 വരും. 512 -1 511. ഏതാണ് ആൻസർ? എ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. (9 - 1) മാത്രം ഞാൻ എഴുതിയത് എന്തുകൊണ്ടാന്ന് മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ്? Sn ഈക്വൽ ടു A ഇൻറ്റു R⁻n−1/R−1 ആണ്. കാരണം എന്താണ്? R > 1 ആണ്, R 2 ആണ് അല്ലെ? അപ്പൊ നമുക്ക് ഇതാണ്
ഇക്വേഷൻ വരിക. എ എന്ന് പറയുന്നത് 1 ആയതുകൊണ്ട് ഞാൻ ഇത് എഴുതിയില്ല എന്നേ ഉള്ളൂ. ഇനി ഇവിടെ 6 2 ആയതുകൊണ്ട് 2 - 1 എന്ന് പറയുന്നത് 1 ആയി പോവും. അപ്പൊ നമുക്ക് ഇനി ആകെ ബാക്കി ഏത് വരുള്ളൂ? r⁻n - 1 മാത്രമേ വരുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയത്. അപ്പൊ 2⁻9 - 1 = 511. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സമാന്തര ശ്രേണിയുടെ 7ാം പദം 20, 13ാം പദം 38. പൊതുവ്യത്യാസം. സമാന്തര ശ്രേണിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. സമാന്തര ശ്രേണിയുടെ nth ടേം കാണാനുള്ള വാക്യം എന്താണ്? Tn = a + n - 1 × d. അതായത് nth ടേം 7ാമത്തെ പദം T7 എന്ന് പറയുന്നത് എന്താണ്? a + 6d ആണ് അല്ലെ. 1 മൈനസ് ചെയ്തിട്ടുള്ള d = 20. ഇനി നമുക്ക് എന്താ പറഞ്ഞേക്കണേ? 13ാം പദം അത് എത്രയാണ് വരിക? T13 = a + 13 - 1 എത്രയാണ്? 12d = 38. അപ്പൊ ഇനി d ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട് അല്ലെ. 2 - 1 ചെയ്താ a - a 0 ആയി പോവും അല്ലെ. 12d - 6d എത്ര വരും? 6d എന്ന് വരും. = 38 - 20 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 18. അപ്പൊ d എത്രയാണ്? 18/6. അത് എത്രയാണ്? 3. ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 5 5² 5³ എന്ന ശ്രേണിയുടെ 10ാം പദം എങ്ങനെയാണ് ആൻസർ കിട്ടുക? 5 ഇത് എന്ത് പ്രോഗ്രഷൻ ആണ്? സമഗുണിത പ്രോഗ്രഷൻ ആണ് അല്ലെ. അപ്പൊ സമഗുണിത പ്രോഗ്രഷൻ ആവുമ്പോ നമുക്ക് 10ാം പദം കാണാൻ വേണ്ടിയിട്ട് എന്ത് കിട്ടണം? S10 കിട്ടണം. 10ാം പദം A10 ആണ്. S10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുകയാണ്. A10 ആണ് കിട്ടേണ്ടത് അല്ലെ. A10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് കിട്ടുക? A10 = AR⁻n - 1 അല്ലെ. 5 × 5⁻9 അല്ലെ. n - 1 എന്ന് പറഞ്ഞാൽ 10 - 1 9. 5 × 5⁻9 എന്ന് പറഞ്ഞാൽ എന്താണ്? 5⁻10. ഏതാണ് ആൻസർ? എ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അതായത് ഇവിടെ ഇതെന്ത് ഫോമിലാണ്? a⁻m × a⁻n എന്നുള്ള ഫോമാണ്. അപ്പൊ എന്താണ്? a⁻m + n വരും കാരണം എന്താണ്? 5⁻1 ആണ് ഇത് 5 എന്ന് പറയുന്നത്. 5⁻9. അപ്പൊ നമുക്ക് എന്ത് പറയാം? 5⁻1 + 9 എന്ന് പറയാം. അതാണ് 5⁻10. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 4 7 10 എന്ന ശ്രേണിയിലെ ഏത് പദമാണ് 100? അതായത് nth ടേം തന്നുണ്ട് അല്ലെ. ഇത് എന്ത് ശ്രേണിയാ നോക്കി നോക്കൂ. 4 + 3 ആണ് 7, 7 + 3 ആണ് 10. അപ്പൊ നമുക്ക് ഒരേപോലെ എന്താണ്? പൊതുവ്യത്യാസമാണ് വരുന്നത്. 10 - 7ഉം 7 - 4ഉം ഒരേപോലെയാണ് അല്ലെ. അപ്പൊ നമുക്ക് പൊതുവ്യത്യാസമാണ് വരുന്നത്. പൊതുവ്യത്യാസം വരുമ്പോ നമുക്ക് എന്ത് ശ്രേണിയാണ് വരിക? സമാന്തര ശ്രേണി. സമാന്തര ശ്രേണിയാണ് വരിക. സമാന്തര ശ്രേണിയാണ് വെച്ചെങ്കിൽ AP ആണ്. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ് അല്ലെ. അപ്പൊ nth ടേം കാണാനുള്ള വാക്യം എന്താണ്? Tn = a + n - 1 × d അല്ലെ. ഇവിടെ എന്താ പറഞ്ഞ? 100 എന്നുള്ള പദം എത്രാമത്തെ ഏത് പദമാണ് 100 അല്ലെ. എത്രാമത്തെയാണ് 100 എന്നുള്ള പദം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? a + n - 1 × d. a എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 4 + n - 1 × d എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ 3 ആണ്. = 100 അല്ലേ. അപ്പൊ ഇനി എങ്ങനെ പറയാം? n - 1 × 3 എന്ന് പറയുന്നത് ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ 100 - 4 ആയി അല്ലെ. അത് എത്രയാണ്? 96 ആണ്. അപ്പൊ n - 1 എന്ന് പറയുന്നത് എന്താണ്? 96/3 ആണ്. അത് എത്രയാണ്? 3 9 2 3 6 32 ആണ്. അപ്പൊ n എത്രയാണ്? 32 + 1 അത് എത്രയാണ്? 33. ഏതാണ് ആൻസർ നോക്കൂ. സി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗുണോത്തര ശ്രേണിയിൽ A2 = 6, A4 = 54. ആദ്യ പദം എങ്ങനെയാണ് കാണുക? അതായത് A2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്?
എ എൻ ഈക്വൽ ടു എ ആർ റേസ് ടു എൻ മൈനസ് 1 അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? എ ആർ റേസ് ടു എൻ മൈനസ് 1, അതായത് 3 മൈനസ് 1 ആണ് 2 അല്ലേ? A2 എന്ന് പറഞ്ഞാൽ എ റേസ് ടു എ ഇൻറ്റു ആർ റേസ് ടു 3 മൈനസ് 1 ഈക്വൽ ടു 6 അല്ലേ? 1 മിനിറ്റ്. ഇതില് A2 എന്ന് പറയുമ്പോ നമുക്ക് എന്ത് പറയാം? എ ഇൻറ്റു ആർ അല്ലേ നമുക്ക് A2 എന്ന് പറയുന്നത്? എ ഇൻറ്റു ആർ ആണ് 6 അല്ലേ? ഇനി A4 എന്ന് പറയുന്നത് എന്താണ്? എ ഇൻറ്റു ആർ ക്യൂബ് ആണ് അല്ലെ? ആർ റേസ് ടു എൻ മൈനസ് 1, അതായത് 4 മൈനസ് 1 എന്ന് പറയുന്നത് 3 ആവും. അതെന്ന് പറയുന്നത് എത്രയാണ്? 54 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്ന് എന്ത് കണ്ടുപിടിക്കാം? 6 കണ്ടുപിടിക്കാം. ഈ രണ്ടാമത്തെ ഇക്വേഷൻ ഡിവൈഡഡ് ബൈ ഒന്നാമത്തെ ഇക്വേഷൻ, ഇത് ഡിവൈഡഡ് ബൈ ഇത് എന്ന് പറഞ്ഞാൽ എ ആർ ക്യൂബ് ബൈ എ ആർ ഈക്വൽ ടു 54 ബൈ 6 അല്ലെ? അപ്പൊ എ ക്യാൻസൽ ചെയ്ത് പോയില്ലേ? ആർ റേസ് ടു ഇത് എന്ത് ഫോം ആണ്? എ റേസ് ടു എം ബൈ എ റേസ് ടു എൻ. ഇതിനെ എന്താ എഴുതാം? എ റേസ് ടു എം മൈനസ് എൻ എന്ന് എഴുതാം. അപ്പൊ നമുക്ക് ഇവിടെ എന്താ എഴുതാം? ആർ റേസ് ടു 3 മൈനസ് 1, അതായത് ആർ റേസ് ടു 2 ഈക്വൽ ടു എന്ത് വരും? 9 × 6 ആണ് 54 അല്ലെ? ആർ സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ് വെച്ചെങ്കിൽ ആർ എന്ത് വരും? 3 വരും. അപ്പൊ ഏതാണ് ആൻസർ? ആദ്യ പദമാണ് ചോദിച്ചിരിക്കുന്നത്, സോറി. ആർ എന്ന് പറയുന്നത് എന്താണ്? പൊതുവ്യത്യാസമാണ്. അപ്പൊ എ ആർ 6 ആണ് വെച്ചെങ്കിൽ എ എന്ത് വരും? 6 ബൈ 6 അല്ലെ? 6 ബൈ 6 എന്ന് പറയുന്നത് 6 ബൈ 3, അത് എത്രയാണ്? 2. അപ്പൊ ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. *25 ക്വസ്റ്റ്യനെ ഇന്ന് നമ്മൾ പറയുന്നുള്ളൂ, ബാക്കി 25 നാളെ പറയാം കേട്ടോ. 1 മുതൽ 100 വരെയുള്ള സംഖ്യകളുടെ തുക. 1 മുതൽ 100 വരെയുള്ള സംഖ്യകളുടെ തുക. ആദ്യത്തെ n പദങ്ങളുടെ തുക കാണാനുള്ള വാക്യം ഞാൻ പറഞ്ഞു. n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 ആണ്. അപ്പൊ n എന്ന് പറഞ്ഞാൽ 100 ആണ്. 100 ഇൻറ്റു 101 ബൈ 2 അല്ലേ? 100 ഇൻറ്റു 101 ആദ്യം ചെയ്യാം. 101 00 ബൈ 2, ഇതിന്റെ പകുതി അല്ലെ? അത് എത്രയാണ് വരിക? 5. i 2 10, ഇനി 0 വരും, പിന്നെ 5 0. അപ്പൊ ഏതാണ് ആൻസർ വരിക? എ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 8 4 2 1 എന്ന അനന്ത ഗുണോത്തര ശ്രേണിയുടെ തുക എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എസ് ഇൻഫിനിറ്റി കാണാനുള്ള വാക്യം ഞാൻ പറഞ്ഞു. എസ് ഇൻഫിനിറ്റി ഈക്വൽ ടു എ ബൈ 1 മൈനസ് ആർ അല്ലെ? എ ബൈ 1 മൈനസ് ആർ. ഇവിടെ എ എന്താണ്? 8 ആണ്. 8 ബൈ 1 മൈനസ് 6. ഇവിടെ എന്താണ്? 1 ബൈ 2 ആണ്. കാരണം എന്താണ്? 4 ബൈ 8 എന്ന് പറയുന്നത് എന്താണ്? 4 ബൈ 8 എന്ന് പറയുന്നത് 1 ബൈ 2 ആണ്. അപ്പൊ ഇവിടെ 6 എന്താണ്? 1 ബൈ 2. അപ്പൊ 1 മൈനസ് 1 ബൈ 2 എത്രയാണ്? 1 ബൈ 2. അപ്പൊ 8 ബൈ 1 ബൈ 2. ഇതെങ്ങനെയാണ് വരിക? 8 ബൈ 1 ബൈ 2 എന്ന് പറഞ്ഞാൽ 8 ഇൻറ്റു വ്യുൽക്രമം അല്ലെ? 2 ബൈ 1, അത് എത്രയാണ് വരിക? 16. ഏതാണ് ആൻസർ? സി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ബാക്കി 25 ക്വസ്റ്റ്യൻ നാളെ തരാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സമാന്തര ശ്രേണിയുടെ ആദ്യ പദം 5. സമാന്തര ശ്രേണിയുടെ ആദ്യ പദം 5 എന്ന് പറഞ്ഞാൽ എ ഈക്വൽ ടു 5. അവസാന പദം 45. ആദ്യ പദം തന്നിട്ടുണ്ട്, അവസാന പദവും തന്നിട്ടുണ്ട് അല്ലേ? അവസാന പദം തന്നിട്ടുണ്ട് 45 എന്ന്. തുക 400. പദങ്ങളുടെ എണ്ണം എങ്ങനെയാണ് ചെയ്യുക? അതായത് എസ് എൻ കാണാനുള്ള വാക്യത്തില് ഒരെണ്ണം ഞാൻ വിട്ടുപോയിട്ട്, n ബൈ 2 ഇൻറ്റു ഫസ്റ്റ് പ്ലസ് ലാസ്റ്റ്, അതായത് എ പ്ലസ് എൽ. ഇത് കണ്ടാലും എസ് എൻ കിട്ടും. അപ്പൊ എസ് എൻ ഈക്വൽ ടു, അതായത് ഏറ്റവും ലാസ്റ്റത്തെ പദങ്ങളുടെ തുക 400 അല്ലെ? അപ്പൊ 400 എന്ന് പറയണത് n ബൈ 2 ഇൻറ്റു എന്താണ്? n ബൈ 2 ഇൻറ്റു എ. ആദ്യ പദം എത്രയാണ്? 5.
അവസാന പദം പ്ലസ് എൽ, എൽ എന്ന് പറയുന്നത് അവസാന പദം 45. അപ്പൊ നമുക്ക് ഇനി ഇതിന്ന് n കണ്ടുപിടിച്ചൂടെ? 45 5 50 അല്ലെ? അപ്പൊ n ഇൻറ്റു 50/2 ഈക്വൽ ടു 400. ഇവിടുന്ന് തന്നെ 25 ആക്കരുത്. കാരണം എന്താണ്? n ഈക്വൽ ടു അപ്പൊ എന്താണ്? 400 ഇൻറ്റു 2/50 അല്ലെ? 0 വെട്ടിക്കളയാം. ഇവിടെ എന്ത് വരും? n 5 40, n 2 16. അപ്പൊ ഏതാണ് ആൻസർ വരിക? n എന്ന് പറയുന്നത് എന്താണ്? 16 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.